രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിവിടെ ലോഗിനൊക്കെ ചെയ്യണം കേട്ടോ. ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് അവിടെ തന്നെ കാണും കേട്ടോ. ഓക്കെ, ഇനി കൗണ്ടറിലേക്ക് പോവാം. ഓക്കെ, കൗണ്ടർ ഞാനിത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്തിടാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഒരു ക്രിയേറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ വീണ്ടും ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ കോൺസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിയേറ്റ് കൗണ്ടറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എന്നിലേക്ക് നമ്മളൊരു 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കൺസോൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, പക്ഷേ തുറക്കക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 10 കിട്ടുന്നുണ്ട്. ഓക്കെ, 10 അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് കൗണ്ടർ ആദ്യത്തെ തവണ റൺ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ക്രിയേറ്റ് കൗണ്ടർ 10 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ കൗണ്ടർ നിങ്ങൾ കൺസോൾ ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വേറൊരു ഫംഗ്ഷൻ്റെ ബോഡി ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടറിനെ നമ്മൾ വിളിച്ചു കൊടുക്കണം. അതായത് കൗണ്ടർ അല്ലേ, ഇങ്ങനെ വിളിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് അവർ ഈ പറയുന്നത് കൗണ്ടർ കൗണ്ടർ കൗണ്ടർ. ഓക്കെ, അവർ ആദ്യത്തെ തവണ കൗണ്ടറിനെ വിളിക്കുമ്പം അവർക്ക് 10 കിട്ടേണ്ടത്. രണ്ടാമത്തെ തവണ അവർ കൗണ്ടറിനെ വിളിക്കുമ്പോൾ 11 കിട്ടണം. മൂന്നാമത്തെ തവണ കൗണ്ടറിനെ വിളിക്കുമ്പോൾ അവർക്ക് 12 കിട്ടണം. ഇതാണ് നമ്മുടെ ടാസ്ക്. സോ ഞാനിവിടെ വന്നിട്ട് ഇതിനെല്ലാം ഒന്ന് കൺസോളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് റിട്ടേൺ n = n+1 എന്ന് കൊടുത്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 11, 12, 13 കിട്ടുന്നത്. പക്ഷേ അവർ പറയുന്ന റിസൾട്ട് 10, 11, 12. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? n എന്ന് പറയുന്ന വാല്യൂയിലേക്ക് n+1 കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം റിട്ടേൺ ചെയ്യേണ്ടത് 10. അപ്പോൾ നമുക്കൊരു ചെക്ക് നടത്താം. അതായത് ലെറ്റ് കൗണ്ട് =1. ഓക്കെ, ഇഫ് കൗണ്ട് =1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ നമ്മുടെ n അല്ലേ. അപ്പം റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n++ കൊടുക്കാം. n അല്ല, കൗണ്ട് ++ കൊടുക്കാം. കൗണ്ടിന് നമ്മൾ, കാരണം ആദ്യത്തെ തവണ കൗണ്ട് =1 ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് ++ റിട്ടേൺ n. എൽസ് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ n+1 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. അപ്പോൾ 10, 11, 11 ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 10, 11, 11 വന്നിട്ടുള്ളത്. സോ സംതിങ് ഈസ് റോങ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. n = n+1 സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മൾ റിട്ടേൺ n കൊടുക്കുന്നു. നമുക്ക് 10, 11, 12 കിട്ടി. ഓക്കെ,
ഈ ഒരു സൊല്യൂഷൻ ലെറ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതാൻ പോവാണ്. റൺ കൊടുത്തു. ഓക്കെ, കേസ് 1ഉം കേസ് 2ഉം ഓക്കെയാണ്. പക്ഷേ നമുക്കിങ്ങനെ ഈ ഒരു 10, 11, 12 എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇത്രയും നമ്പർ ഓഫ് കോഡ് എഴുതേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് കളഞ്ഞു, അതിനുശേഷം ഇതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ വന്നിട്ട് പറയാണ് റിട്ടേൺ n++. ഓക്കെ, അപ്പോൾ നമുക്ക് 10, 11, 12 കിട്ടിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇതിനെ നമ്മൾ പോസ്റ്റ് ഇൻക്രിമെൻ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻ്റലിനകത്ത് നമ്മളിപ്പം പലതരത്തിൽ കണ്ടല്ലേ, n = n+1 കൊടുത്തു, n++ കൊടുത്തു അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ n + n അല്ലെങ്കിൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 11, 12, 13 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ റിസൾട്ട് നമുക്ക് വേണ്ടത് n++ എന്നുള്ളതാണ്. അപ്പം ഈ പോസ്റ്റ് ഇൻക്രിമെൻ്റലിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പം ആദ്യം ഏത് നമ്പറാണോ എന്നിൽ അസൈൻ ചെയ്തിട്ടുള്ളത് ആ നമ്പറായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ അത് 1 ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം. അപ്പം നിങ്ങളുടെ നോട്ട്സിനകത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടത്? n = n+1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? n+1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? n++ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ++n ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ എന്ത് നോക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ നോട്ട്സ് എഴുതുക.